ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊരു സാധാരണ പുസ്തകമല്ല. കാരണം ഇതിലെ സന്ദേശങ്ങൾ വന്നത് മരണത്തിനപ്പുറമുള്ളൊരു ലോകത്ത് നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ദ ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന ആ അവിശ്വസനീയമായ കാര്യങ്ങൾ. ഈ പുസ്തകത്തിന്റെ കഥ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരമ്മ അവരുടെ 2 ആൺമക്കളെയും ഒരു കാർ അപകടത്തിൽ നഷ്ടപ്പെടുന്നു. അവരുടെ ആ തീരാത്ത വേദന, അതാണ് പിന്നീട് ആരും വിശ്വസിക്കാത്ത ഒരു ആശയവിനിമയത്തിന് വഴി തുറന്നത്. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. മരണമെന്നത് സംഭാഷണങ്ങളുടെ ഒരു അവസാനം അല്ലെങ്കിലോ? നമുക്ക് പ്രിയപ്പെട്ടവരുമായി അവർ ഈ ലോകം വിട്ടുപോയാലും സംസാരിക്കാൻ കഴിഞ്ഞാലോ? ഈയൊരു ചിന്തയാണ് ശരിക്കും ഈ പുസ്തകത്തിന്റെ എല്ലാം കാതൽ. അപ്പോ എങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങിയത്, അല്ലേ? സാധാരണക്കാരായ ഒരു കുടുംബം, അവർക്കെങ്ങനെയാണ് ആത്മലോകവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത്? നമുക്ക് ആ അസാധാരണമായ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. സംഭവങ്ങളെല്ലാം നടക്കുന്നത് വളരെ പെട്ടെന്നായിരുന്നു. 1980 ഫെബ്രുവരി 22 വിസ്പിയും റട്ടുവും ഒരു കാർ അപകടത്തിൽ മരിക്കുന്നു. ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ഓർത്തുനോക്കൂ. അവരുടെ ലോകം തന്നെ തകർന്നുപോയി. പക്ഷേ ഏകദേശം 1 മാസത്തിനു ശേഷം മാർച്ച് 22 അവർ ആദ്യമായി തങ്ങളുടെ മക്കളുമായി സംസാരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന എത്രത്തോളമായിരിക്കും? ഖുർഷീദിന്റെ ഈ വാക്കുകൾ കേട്ടാൽ മതി നമുക്കത് മനസ്സിലാക്കാൻ. ദൈവത്തിലും ജീവിതത്തിലുമുള്ള അവരുടെ വിശ്വാസം പോലും തകർന്നുപോയ ഒരു നിമിഷമായിരുന്നു അത്. ആദ്യമായി മക്കളുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ആ സെഷനിലുണ്ടല്ലോ, അവരെ ഞെട്ടിച്ചൊരു വാചകമുണ്ടായിരുന്നു. ഹലോ മമ്മി ഫാറ്റ്സു, അതായത് ഹലോ മമ്മി തടിച്ചി എന്ന്. അത് വിസ്പി സ്നേഹത്തോടെ അമ്മയെ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു. തികച്ചും അപരിചിതയായ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് ആ വാക്ക് കേട്ടപ്പോൾ അത് തങ്ങളുടെ മകൻ തന്നെയാണെന്ന് അവർക്ക് ഉറപ്പായി. അതായിരുന്നു അവർക്കുള്ള ആദ്യത്തെ തെളിവ്. ആദ്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് നേരിട്ടുള്ള എഴുത്തിലേക്ക് മാറി. അതിനെയാണ് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് മക്കളുടെ ആത്മാക്കൾ അമ്മയുടെ കൈ ഉപയോഗിച്ച് ലോകത്തിനു വേണ്ടി ഒരു പുസ്തകം മുഴുവനായി എഴുതിയെന്നാണ് അവർ പറയുന്നത്. ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അതിന്റെ വിവരണമാണ്. ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആത്മാക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് നോക്കാം. പുസ്തകം പറയുന്നതനുസരിച്ച് ആത്മാക്കൾക്ക് പോകാനായി 7 തലങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും താഴെയുള്ള 1-ാം തലം അതൊരു നരകം പോലെയാണ്, ഏറ്റവും ദുഷ്ടരായ ആത്മാക്കൾക്കുള്ള ഒരിടം. പിന്നെ മുകളിലേക്ക് പോകുന്തോറും കാര്യങ്ങൾ മെച്ചപ്പെടും, പ്രകാശവും നന്മയും കൂടും. 4-ാമത്തെ തലം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെയാണ്. ഓരോ ആത്മാവും അവരുടെ യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നെ 5, 6, 7 അതൊക്കെ ഏതാണ്ട് സ്വർഗം പോലെ മനോഹരമായ സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത്. ഈ 2 ലോകങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ, എന്തുമാത്രം വലുതാണെന്ന്. താഴ്ന്ന ലോകങ്ങൾ കൂരിരുട്ടും വെറുപ്പും നിറഞ്ഞതാണെങ്കിൽ ഉയർന്ന ലോകങ്ങളോ മുഴുവൻ പ്രകാശവും സ്നേഹവുമാണ്. ഒരാൾ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ പ്രാധാന്യമാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പ ആത്മലോകത്തെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം, അവിടുത്തെ നീതി എങ്ങനെയാണ്? കർമ്മത്തെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങള് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊക്കെ പൊതുവെ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, അല്ലേ? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താൽ, ദാനധർമ്മങ്ങൾ നടത്തിയാൽ സ്വർഗത്തിൽ പോവാമെന്ന്. പക്ഷെ ഈ പുസ്തകം ചോദിക്കുന്നത് അതത്ര സിമ്പിളാണോ എന്നാണ്. ഇത് മനസ്സിലാക്കാൻ പുസ്തകത്തില് സുരേഷ് എന്നു പേരുള്ള ഒരാളുടെ കഥ പറയുന്നുണ്ട്. പുള്ളി ജീവിതകാലം മുഴുവൻ ഒരുപാട് പണം ദാനം ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമെന്ന് 100% ഉറപ്പായിരുന്നു. പക്ഷേ മരണശേഷം സുരേഷിനോട് ആത്മലോകം പറഞ്ഞത് എന്താണെന്നോ? നിങ്ങൾ ചെയ്തത് നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തിയല്ല, സ്വർഗത്തിലൊരിടം കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിതെല്ലാം ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് സ്വർഗത്തിൽ പോകാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്ന്. ഇതൊരു വലിയ ഷോക്കായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്തിനുവേണ്ടി ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധിക്കാണ് അവിടെ വില. ശരി, അപ്പൊ ഈ നീതിയൊക്കെ എങ്ങനെയാണ് നടപ്പിലാകുന്നത്? ആരാണ് നമ്മളെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും? പുസ്തകം പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള ഒരേയൊരു ശക്തി കർമ്മമാണെന്നാണ്. ഇവിടെയാണ് ഉപബോധ മനസ്സ് എന്ന ആശയം വരുന്നത്. ശ്രദ്ധിക്കണം, ഇത് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് അല്ല. ഈ പുസ്തകമനുസരിച്ച് ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പെർഫെക്റ്റ് ജഡ്ജാണ്, നമ്മുടെ മനസാക്ഷിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉപബോധ മനസ്സ്
ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണെന്ന് സങ്കല്പിക്കാം. അത് നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പുറത്തുനിന്നുള്ള ആരുടെയും ഇടപെടലില്ലാതെ അത് തന്നെ നമുക്ക് അർഹിക്കുന്ന നീതി നൽകും. അതായത് സിംപിളായി പറഞ്ഞാൽ ദൈവം വന്ന് നമ്മളെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മുടെ തന്നെ പ്രവൃത്തികളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു. അത്രയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വന്നിട്ടുണ്ടാകും. എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്? എന്താണ് ഈ ജീവിതത്തിന്റെയൊക്കെ ഒരു ലക്ഷ്യം? പുസ്തകം നൽകുന്ന ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ വളരെ ശക്തമാണ്. ഭൂമി എന്നതൊരു സ്കൂളാണ്. നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ഓരോ പാഠങ്ങൾ പഠിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും അങ്ങനെ ആത്മീയമായി വളരാനും വേണ്ടി കുറച്ചു കാലത്തേക്ക് ഈ സ്കൂളിലേക്ക് വന്നവരാണ് നമ്മൾ. ഇവിടുത്തെ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക്, അതായത് ആത്മലോകത്തേക്ക് തിരിച്ചുപോകുന്നു. അപ്പോൾ അവസാനം ഈ പുസ്തകം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ വിധിയുടെ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്. നമ്മുടെ സന്തോഷത്തിനും ദുഃഖത്തിനും കാരണം നമ്മൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഭാവിയുടെ കഥ എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു കഥയായിരിക്കും എഴുതുക?